ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലുള്ള ബീഫ് പെരട്ട് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും നമ്മൾ മട്ടൺ കഴിച്ചതുപോലെ ഇരിക്കും കേട്ടോ. ആ രീതിയിലുള്ള ഒരു ബീഫ് പെരട്ടാണേ. അപ്പോൾ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരിക്കലെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബീഫ് എടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി വെച്ച് വേവിക്കാൻ വെക്കുക. ഞാനിതിലോട്ടൊരു 4 സവാളയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു 3 പച്ചമുളകും, പിന്നെ പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടി നമുക്ക് തട്ടിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുക. ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. അതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക. അതായത് മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, കുരുമുളക്, ഇതെല്ലാം കൂടി ചേർത്ത് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴണ്ടതിന് ശേഷം പിന്നെ നമുക്ക് ഈ വേവിച്ച് വെച്ച ആ ഒരു ബീഫെല്ലാം കൂടി നമുക്ക് ഇതിലോട്ടെടുത്ത് ഇട്ട് കൊടുക്കുക. ബീഫിൻ്റെ വെള്ളം ഒരു കാരണവശാലും നമ്മൾ വേവിച്ച വെള്ളം കളയരുത്, നമുക്ക് ആവശ്യം വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പ്. ഓൾറെഡി നമ്മൾ ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലും ഉപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കിയിടുക. പിന്നെ ഇടുന്നത് നമ്മൾ മല്ലിയിലയും രമ്പയിലയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സാക്കുക. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കറുകാപ്പട്ടയും ഒക്കെ ചേർക്കുന്നുണ്ട്, മസാല ഐറ്റം ചേർക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതെല്ലാം വെന്തൊന്ന് ഇറക്കിയതിന് ശേഷം ലാസ്റ്റ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് നമ്മൾ ഇട്ട് കൊടുത്ത് ചെറിയ സിമ്മിലിട്ട് അതൊന്ന് വേവിച്ച് അതൊന്ന് ആ ഒരു മണം മാറി വന്നതിന് ശേഷം നമ്മൾ തേങ്ങ ആ കറുപ്പൊക്കെ കളഞ്ഞ് വെള്ളം മാത്രം എടുത്ത് നൈസായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം എണ്ണയിലിട്ട് വറുത്തതിന് ശേഷം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഉള്ളൊരു ഒരു മണമുണ്ടല്ലോ, അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നോമ്പ് പിടിച്ചിട്ട് എൻ്റെ മൂക്ക് തന്നെ അങ്ങ് വല്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും